ഇതിപ്പോ എന്താ വാലന്റൈൻസ് ഡേ കഴിഞ്ഞപ്പോഴാണ് ഫ്ലവേഴ്സും കൊണ്ട് വരുന്നതെന്ന് ആരും വിചാരിക്കണ്ട. ഈ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് എന്റെ ഓഫീസിൽ നിന്ന് ഒരു ഗെറ്റ് അവേ ഉണ്ടായിരുന്നു. അന്ന് പ്രപ്പോസ് ഡേ ആയിരുന്നു. അന്ന് വാങ്ങിയ ഫ്ലവേഴ്സ് ആണത്. ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും എന്തിനാ ഈ ബില്ലൊക്കെ എടുത്ത് വെക്കുന്നതെന്ന് ആവശ്യമുണ്ട്. കാനഡയിലെ തന്നെ വൺ ഓഫ് ഫേമസ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസ് ആയ ബാൻഫ്ലോട്ട് ആയിരുന്നു ഇന്നത്തെ യാത്ര. നമ്മുടെ ഋത്തിക് റോഷന്റെ കൊയ് മിൽഗയൊക്കെ ഷൂട്ട് ചെയ്ത അവിടെ വൺ സൈഡ് മാത്രം 400 കിലോമീറ്റർ വരുന്ന ഒരു ലോങ് ജേർണി ആയിരുന്നു അത്. ബട്ട് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ടും പിന്നെ വെക്കേഷന്റെ ത്രില്ലുകൊണ്ടും അത്ര ഇങ്ങോട്ട് ക്ഷീണമൊന്നും തോന്നിയില്ല. അക്കോമഡേഷൻ ഫെസിലിറ്റി എല്ലാം കമ്പനി തന്നെയായിരുന്നു പ്രൊവൈഡ് ചെയ്യുന്നത്. വൈകിട്ടോടുകൂടി റൂമിലെത്തി ചെന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് പിറ്റേന്ന് രാവിലെ പോയത് ബാൻഫ്ലോട്ടാ ഗൊണ്ടോളെ പോകാൻ. മുൻപ് 2 തവണ ബാൻഫിൽ പോയപ്പോഴും ട്രൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇത്തവണ കാര്യം നടന്നു. ഇതിന് മുകളിലാണ് സൾഫർ മൗണ്ടൻ. സീ ലെവലിൽ നിന്ന് ഏകദേശം 8000 ഫീറ്റ് എബോ ആണ് ഈ പോയിന്റ്. ഇപ്പൊ ഞാൻ ഈ കയറിക്കൊണ്ടിരിക്കുന്ന മൗണ്ടൻ നമുക്ക് നടന്നും കയറാം കേട്ടോ. ട്രക്കിങ്ങിന് പ്രത്യേക ഒരു വഴി വേറെയുണ്ട്. ഈ വീഡിയോ കാണുന്ന അത്ര സ്പീഡൊന്നും ഇല്ല. ഏകദേശം 8 മിനിറ്റ്സ് എടുക്കും നമ്മൾ ലോവർ ടു ഹൈറ്റ് പോയിന്റിലോട്ട് എത്താൻ. മുകളിലെത്തിയപ്പോൾ തണുപ്പ് ഒരു രക്ഷയില്ല. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞിട്ടില്ല ഉയരം കൂടുന്തോറും ചായയുടെ സാധു കൂടുന്നു. പക്ഷെ ഇതിച്ച് കയ്പായിരുന്നു കേട്ടോ. ഇവിടുന്ന് സൾഫർ മൗണ്ടിലോട്ട് കുറച്ച് നടക്കാനുണ്ട്. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നേരെ താഴോട്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കണ്ടേ. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ജോൺസൺ ക്യാനിയോൺ. ഇവിടുന്ന് അടുത്ത് തന്നെയായിരുന്നു ഡെസ്റ്റിനേഷൻ. ഇവിടെ 2 വാട്ടർഫാൾ ഉണ്ട്. ഒരു അപ്പർ വാട്ടർഫാളും ഒരു ലോവർ വാട്ടർഫാളും. സമ്മറിൽ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. സമ്മർ ടൈമിൽ ഇവിടെ വേറൊരു ഭംഗി കേട്ടോ. ദേ ഈ വാക്വേയുടെ സൈഡിൽ കാണുന്നത് ഒരു ഫ്രോസൺ റിവർ ആണ്. ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ ആളൊന്നും ഇല്ലായിരുന്നു. ഈ നടന്ന് എങ്ങോട്ടാ പോണേന്ന് കാണണോ? ലൈഫിൽ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇത്. ഇത് നമ്മൾ ഈ കണ്ട മൊമെന്റ്സ് എല്ലാം നമുക്കൊന്ന് പ്രിസർവ് ചെയ്ത് വെച്ചാലോ. അതാണ് ഇത് സ്ക്രാപ്പ് ബുക്കിംഗ്. ഇത് പറയാനാണോ ഇത്രയും വ്യൂ കാണിച്ചതെന്ന് തോന്നണ്ട. ജസ്റ്റ് ഒരു ഫീൽ കിട്ടാൻ വേണ്ടി നിങ്ങളെയും കൂടെ കാണിച്ചതേ ഉള്ളൂ. ഇതെന്റെ ആർട്ട് ജേർണൽ ചെയ്യുന്ന ബുക്കാണ്. ഇത് തന്നെയാണ് ഞാൻ സ്ക്രാപ്പ് ബുക്കിംഗ് ചെയ്യുന്നത്. സാധനം വാങ്ങി ബില്ലെടുത്ത് വെച്ച് എന്തിനാന്ന് ചോദിച്ചില്ലേ, അത് ഇതിനാ. ഈ ജേർണലിങ്ങും സ്ക്രാപ്പ് ബുക്കിംഗും ഒക്കെ ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണെന്ന് വേണേ പറയാം. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മെമ്മറീസ് പ്രിസർവ് ചെയ്യുന്ന ഒരു ആർട്ട് ഫോം ആണ് സ്ക്രാപ്പ് ബുക്കിംഗ്. ഒരു ഫേമസ് കോട്ട് ഉണ്ട്, കേട്ടിട്ടുണ്ടോ? കീപ്പിംഗ് മെമ്മറീസ് അലൈവ്. ഇത് ഇപ്പൊ നോക്കുമ്പോഴല്ല, കുറച്ച് നാൾ കഴിഞ്ഞ് എടുത്ത് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമുക്ക് അവിടെ പോയി വന്നൊരു ഫീൽ പിന്നെയും കിട്ടും. അപ്പോൾ ഇതിന്റെ മേക്കിംഗ് വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചാനലിലെ ലിങ്ക് ബയോയിലുണ്ട്. നിങ്ങൾക്ക് സ്ക്രാപ്പ് ബുക്കിംഗ് ഇഷ്ടമാണെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. വേറെന്താ, ഇനിയൊന്നുമില്ല. അപ്പൊ ശരി, അടുത്ത വീഡിയോ കാണാം.